Hello students, welcome back to Bosco Campus Vision. In the previous session we discussed about e-commerce platforms. So now we are moving on to the next topic, that is e-commerce websites. So in this session we will look into the meaning of e-commerce website, the reason for using a website, and the various functions of e-commerce websites. So what is a website? A website is usually a collection of web pages. It represents a centrally managed group of web pages containing text, images and all type of multimedia files presented to the attention of the internet users in an aesthetic and easily accessible way. സോ ഒരു ഗ്രൂപ്പ് ഓഫ് വെബ് പേജസ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന പേരിൽ പറയുന്നത്. എല്ലാ ബിസിനസ്സിനും അവരുടേതായ ഒരു യുണീക്ക് ഡൊമൈൻ നെയിമിൽ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. സോ ടെക്സ്റ്റും ഇമേജും മൾട്ടിമീഡിയ ഫയൽസും ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ലിങ്ക്സും ഒക്കെ ഇൻ്റർനെറ്റ് യൂസേഴ്സിന് ഒരു ഈസി ആക്സസിബിൾ വേയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വെബ് പേജസിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാത്തരം കാറ്റഗറിയിലുമുള്ള വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനാണെങ്കിലും എഡ്യൂക്കേഷൻ പേർപ്പസിനാണെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് പേർപ്പസിനാണെങ്കിലും ബിസിനസ് പേർപ്പസിനാണെങ്കിലും അങ്ങനെ എല്ലാത്തരം കാറ്റഗറിയിലുമുള്ള വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. wikipedia.com, investopedia.com, youtube.com, facebook.com അങ്ങനെ ഇങ്ങനെ തരത്തിലുള്ള പല തരത്തിലുള്ള വെബ്സൈറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. So all these publicly accessible websites collectively constitute the World Wide Web. സോ ഈ പബ്ലിക്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ കളക്റ്റീവ് ഓഫ് വെബ്സൈറ്റ്സിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. സോ കളക്ഷൻ ഓഫ് വെബ് പേജസിനെ നമ്മൾ വെബ്സൈറ്റ് എന്നും പബ്ലിക്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്സിനെ നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്നും പറയും. സോ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മെയിൻ പില്ലറാണ്. നല്ലൊരു വെബ്സൈറ്റും ഒരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു ഓൺലൈൻ ബിസിനസ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. So this is all about the basic meaning of a website. Next we will move on to the reasons for visiting a website. So the two main reasons that the public visit a website is that to find information and to complete a task. People mainly depend on particular websites in order to find various informations regarding various topics and areas. The information may be related to the latest stock prices, getting the admission data, etc. And other than to find informations, people often use websites to complete a particular task. Based on the function, they can be categorized as personal websites, commercial websites, government websites, non-profit organization websites and educational websites. സോ മെയിനായിട്ടും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പബ്ലിക് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയനെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ഉള്ള ഒരു ഇൻഫോർമേഷൻ കണ്ടുപിടിക്കുക. സെക്കൻഡ് ഒന്നെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വെബ്സൈറ്റിനെ ഒരു ഹെൽപ്പിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെബ്സൈറ്റ് ഒരു കാറ്റഗറിയിൽ പെടുന്നതല്ല, അതിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിസിലും നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് വെബ്സൈറ്റ്സിനെ തിരിക്കാം. ഇപ്പോൾ പേഴ്സണൽ വെബ്സൈറ്റ്സ് ഉണ്ട്, കൊമേഴ്ഷ്യലി ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ പേർപ്പസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. സോ ഈ എല്ലാ വെബ്സൈറ്റ്സും പബ്ലിക് മെയിനായിട്ട് ആക്സസ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഐദർ ടു ഫൈൻഡ് ഇൻഫർമേഷൻ ഓർ ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ടാസ്ക്. So next we will look into the main functions of a website. A website can serve a range of functions or purposes. A website usually acts as a receptionist, as a sales representative, as a tech support, as a library, as a cashier and store, and as a document distribution source. So first one, as a receptionist. It can answer questions, receive mail, give feedback, track customers and even do more complex tasks. സോ ഒരു നോർമൽ ബിസിനസ്സിൽ ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും വെബ്സൈറ്റിന് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു നോർമലി ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്വറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യുക, മെയിൽസ് റിസീവ് ചെയ്ത് അതിന് ഫീഡ്ബാക്ക് കൊടുക്കുക, കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യുക. സോ ഈ വക കാര്യങ്ങളെല്ലാം ഒരു ഓൺലൈൻ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സിൽ ഈ വെബ്സൈറ്റാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ എ വെബ്സൈറ്റ് ആക്ട് ആസ് എ റിസപ്ഷനിസ്റ്റ്. നെക്സ്റ്റ് ഇസ് ആസ് എ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. It can provide persuasive product information, show off details, offer pictures and generally provide information to encourage sales. So next function is that it acts as a sales representative. സോ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഡീൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക,
അതിനെക്കുറിച്ചുള്ള വേരിയസ് പിക്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അത് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഒരു സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതാണ് ഒരു വെബ്സൈറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ആസ് എ ടെക് സപ്പോർട്ട്. ഈവൻ ദോ ഇറ്റ് cannot completely substitute for a real person, it can answer to questions about frequently encountered problems and provide troubleshooting instructions. സോ ഒരു ബിസിനസ് കൺസേണിനെ സംബന്ധിച്ച് നോർമലി ഒക്കർ ചെയ്യാനുള്ള ചില സർട്ടൺ പ്രോബ്ലംസ് ഉണ്ട്. സോ അതൊക്കെ വെറും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. സോ അതിനൊരു സൊല്യൂഷനായിട്ട് ആ ബിസിനസ്സിൻ്റെ തന്നെ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ ഒരു റിയൽ പേഴ്സൺ ആക്ടിവിറ്റിയെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള സൊല്യൂഷൻസ് എല്ലാം വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒരു ബേസിക് ഡിഫോൾട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്രോപ്പർ മെഷറാണ് എടുക്കേണ്ടതെന്നെല്ലാം ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരിക്കും. Thereby it acts as a tech support system. Next is as a library. It can organize information, make it readily accessible to a visitor, allow searches, contributions and other informational tasks. സോ ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച് പല ഏരിയാസിൽ നിന്നും അല്ലെങ്കിൽ സെക്ടേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഓർഗനൈസ് ചെയ്ത് വിസിറ്റേഴ്സിന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ അതിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളൊരു നോർമൽ ലൈബ്രറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റും ഒരു ലൈബ്രറി ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ആസ് എ കാഷ്യർ ആൻഡ് സ്റ്റോർ. ഇറ്റ് ക്യാൻ ടേക്ക് ഓർഡേഴ്സ് ഫ്രം മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ടേക്ക് ദ പേയ്മെൻറ്റ്സ് ആൻഡ് ഫോർവേഡ് ദ ഓർഡർ. സോ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഓൺലൈനായിട്ട് ഷോപ്പൊക്കെ ചെയ്യാറുള്ളവരാണ്. സോ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഒരേ സമയം ഒരേപോലെ ഓർഡേഴ്സ് സ്വീകരിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. സോ ഫിസിക്കൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ തിരക്ക് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. സോ എത്ര ക്യാഷ് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും നല്ല തിരക്കായി കഴിയുമ്പോൾ നീണ്ട ക്യൂസും ഒരു വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ അങ്ങനെയല്ല. ചില സമയത്ത് റേഞ്ചിൻ്റെ പ്രശ്നം മൂലമൊക്കെ വെബ്സൈറ്റൊക്കെ ചെറുതായിട്ട് ഹാങ് ആവാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരേ സമയം മൾട്ടിപ്പിൾ പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയും ഓർഡേഴ്സൊക്കെ ഫുൾഫില്ല് ചെയ്യാനും ഒരു വെബ്സൈറ്റിന് സാധിക്കും. And the last one, it acts as a document distribution source. It can hand out brochures or literature to customers, or it can supply sales and support packets to distributors and resellers. സോ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന ബ്രോഷേഴ്സും ലിറ്ററേച്ചേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടുന്ന സെയിൽസും സപ്പോർട്ട് പാക്കറ്റ്സും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ ഓരോ സ്പെസിഫിക് പാർട്ടീസിനും അവർക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സോഴ്സ് ആയിട്ടും വെബ്സൈറ്റ് ആക്ട് ചെയ്യാറുണ്ട്. So these are the main functions of a website. It acts as a receptionist, it acts as a sales representative, as a tech support, as a library, as a cashier and store, and as a document distribution source. So in this session we discussed the meaning of a website, the two main reasons for visiting a website, and the main functions of a website. Hope all are clear with the topic. Thank you.